നല്ല സൂപ്പർ ജിലേബി ലഡു. ഞാനിപ്പോ ഒരു ജിലേബി കഴിച്ചായിരുന്നു കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വാങ്ങിക്കണേ. ഉഗ്ഗന കേട്ടോ, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. കാണിച്ചു തരാം കട, ഇപ്പൊ കാണിച്ചു തരാം. ഈ കാണുന്ന കേട്ടോ ആ കട. ഇതേട്ടാ വലിയ ലഡു കലമാരിക്കകത്തിരിക്കുന്നു. ചേച്ചി അവിടെ ഇരുന്ന് പപ്പടവട ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ പപ്പടവട എത്രയാ? ഒരു പീസ് 10 രൂപ. ഒരെണ്ണം 10 രൂപ. എന്തോ 5 എടുക്കണം. 5 ആദ്യം പറഞ്ഞു. 5 എടുത്തോ. മുറുക്കോ? മുറുക്കോ 5. ഇതെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്ന തന്നെയല്ലേ? ലൈവ് ആവട്ടോ, ലൈവ്. വെയിലാണ്, കുറച്ച് നിൽക്കാൻ പറ്റില്ല. 6 മണി വരെ വെയിലല്ലേ? ആ, ഈ ലഡു ജിലേബി എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നല്ലേ? ഈ വലിയ ലഡു എത്ര? 1 കിലോയുടെ ആണോ? ഇത് 1/2 കിലോയുടെയാണ്. 1/2 കിലോ അല്ലേ? 1/2 കിലോയുടെ വലിയ ലഡു 100 രൂപ അല്ലേ? 1 കിലോയുടെ 200. ഈ ചെറിയ ലഡു 10 രൂപ. ആ, അവിടെ വലിയ ലഡു ഉണ്ടല്ലേ? ചെറുകടിയോ? 5 രൂപ. ആ, അടിപൊളി. ഇത് കോക്കനട്ട് പോളാണോ? അവലോസുണ്ട. ഈ വലിയ ലഡു മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് ലഡു വാങ്ങിയ സ്ഥലമാണ്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആണോ? മോഹൻലാൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. ആ, അങ്ങനെ വന്ന് പുള്ളിക്കാരൻ ഈ കട കണ്ട് വേണ്ടി പിന്നെ അവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത് എനിക്ക് ആളാരാന്ന് അറിയാൻ പാടില്ല. വന്നപ്പോഴാണ് ഈ പാർട്ടികൾ മനസ്സിലായ മോഹൻലാലാന്ന്. വന്നപ്പോഴാ മോഹൻലാലും വൈഫും ഒരു ഡ്രൈവറും മോനും ആണല്ലേ? അവര് 3 പേരും. അവര് 4000 5000 ലഡു ഉണ്ട്. എല്ലാം വലിയത് ഒപ്പിങ് ആണല്ലേ? ആ, ഏത് ഈ വലിയതല്ലേ? ഇതെത്ര? 1 കിലോ ആണോ? അതിന്റെ 2 കിലോയുടെ 2 കിലോയുടെ അല്ലേ? 400 രൂപ. പിന്നെ അതൊക്കെ ചെറുതല്ലേ. ഇവിടുത്തെ 5 കിലോ 10 കിലോ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ആൾക്കാർ കൊണ്ടുപോകും. തീർന്നത് അതൊക്കെ റിസ്ക് വലിയാണ്. ഏറ്റവും ചെറിയ ലഡു എന്ന് പറയുമ്പോ എത്ര രൂപയുടെ ഉണ്ടാക്കുന്നത്? അത് 10 രൂപയാണ്. 5 രൂപയുടെയൊക്കെ ഉണ്ടാക്കും പറയാം. ആണല്ലേ? 5 രൂപയുടെ ഉണ്ടാക്കുന്ന അല്ലേ? ആ, അതെ, ലഡു ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ലൈവ് ലഡു. നമ്മൾ ലഡു ഇതെല്ലാം മേടിച്ചല്ലേ? അടിപൊളി. ഈ 10 രൂപയുടെ ഉണ്ടാക്കുമ്പോ എന്റെ നമ്പർ വിളിച്ചാൽ നന്നായി. ആ, അത് തന്നെ. 10 കിലോയുടെയും 5 കിലോയുടെയും ലഡു ഉണ്ടാക്കാറുണ്ട്. ആ സമയത്ത് തന്നെ ഫോട്ടോ എടുക്കില്ല. 10 കിലോയുടെ 5 കിലോയുടെ ഉണ്ടാക്കും അല്ലേ? അതൊക്കെ ഇവിടുത്തെ ഏറ്റവും ചെറിയ ലഡു ആണ്. 20 കിലോ ഉണ്ടായി തരും. വലുത് കരിപ്പോളം ഇരിക്കും. ആഹാ. ചേട്ടന്റെ പേരിന്? എന്റെ പേര് ജബ്ബാർ എന്നാ. ജബ്ബാർ. 35 വർഷമായി. 35 വർഷമായി ഈ കട തന്നെ? ഈ കട തന്നെ. ആ, നമ്പർ ഒന്ന് പറയാവോ? നമ്മുടെ വൈഫിന് കറക്റ്റ് അറിയാം. ഞാൻ അതാ വൈഫ്. ആ, ആ, പുള്ളിക്കാരി വൈഫ്. ആ, എന്നാ ജയശ്വരി ചോദിക്കാം നമ്പർ അല്ലേ? വീഡിയോ കാണുന്നവർക്ക്. ആ, ചേട്ടന്റെ നമ്പർ ഒന്ന് പറയാവോ? പറഞ്ഞോ. 9633533862. ജബ്ബാർ എന്നല്ലേ പേര്? ആ, അതെ. നമ്മൾ ബൾക്ക് ഓർഡർ ആണെങ്കിലും ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? ആ, അടിപൊളി. ആർക്കെങ്കിലും ലഡു, ജിലേബി, പപ്പടവട ഇതെല്ലാം ബൾക്കായിട്ട് വേണം. അലുവ ഉണ്ടോ? അലുവ എല്ലാം ബൾക്കായിട്ട്, എല്ലാം ഫ്രഷ് ആയിട്ടോ, അന്നേരം തന്നെ ഉണ്ടാക്കുക. ഇപ്പൊ പറഞ്ഞ ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർ റെഡിയാക്കി വെക്കും കേട്ടോ. ഞങ്ങളിങ്ങനെ തൊടുപുഴ വഴി പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അതായത് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് വരുന്ന വഴിക്ക് വെങ്ങല്ലൂർ ജംഗ്ഷൻ അല്ലേ? വെങ്ങല്ലൂർ ജംഗ്ഷൻ അല്ലേ ഇത്? ആ, അതെ, വെങ്ങല്ലൂർ ജംഗ്ഷനിൽ. ആ, ഇപ്പൊ ഞങ്ങളിവിടെ ഇപ്പൊ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ടാ കേട്ടോ ഇതിങ്ങനെ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ ബ്ലോക്കിൽ കിടന്നപ്പോ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. കിടന്നപ്പോ കണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോ നമുക്ക് എന്തെങ്കിലും മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ ഇതിങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന കണ്ടോണ്ട് കയറുന്നത്. പക്ഷെ ഇത് ഇത്ര ഫേമസ് ആയിട്ടുള്ള കടയാന്നുള്ള ജബ്ബാർക്കനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ പറ്റുന്നവരെല്ലാം വരിക. ഇപ്പൊ നമ്പറിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഈ വക സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ഓക്കെ, ടാറ്റാ.